എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാനന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മമ്മീനോട് പറഞ്ഞു എനിക്ക് വരുമ്പോഴത്തേക്കും ചട്ടിച്ചോറ് വേണമെന്നാണ്. ഒരുപാട് കറികളൊന്നും വേണ്ട, പക്ഷെ എനിക്ക് ചട്ടിയിൽ ഇങ്ങനെ ചോറും കുറച്ച് കറികളായിട്ടൊക്കെ കഴിക്കണം എന്നൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചട്ടിച്ചോറ്. നമുക്ക് നോക്കാം. അപ്പം എനിക്കും ചേച്ചിക്കും ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മുട്ട പൊരിച്ചതുണ്ട്, നമ്മുടെ ക്യാരറ്റ് അച്ചാറുണ്ട്, ബീട്രൂട്ട് തോരനുണ്ട്, ബീട്രൂട്ട് കിച്ചടിയുണ്ട്. ബീട്രൂട്ട് കിച്ചടി ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഷുഗറും കൂടി ആഡ് ചെയ്തിട്ടുള്ള സംഭവമാണല്ലോ കുറച്ച്, അപ്പം ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് നമ്മുടെ പയർ മെഴുക്ക് വരട്ടി, പിന്നെ നമ്മുടെ മാങ്ങ ഉപ്പിലിട്ടത്. ഇത് കുറച്ചുകൂടെ ഉള്ളു കേട്ടോ, ഇത് അന്നിട്ടതാണ്, കുറച്ചുകൂടെ ഉള്ളൂ. പിന്നെ തൈരുണ്ട്, പിന്നെ മറ്റേ ബ്രിഞ്ചോൾ തീയലുണ്ട്, പിന്നെ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ട്. ഈ ഒരു ഇതൊന്ന് കടിച്ച് ഒരു കാന്താരി വെച്ചിട്ടുണ്ടല്ലോ, കാന്താരിയും കൂടെ കഴിച്ചാൽ പിന്നെ വേറൊന്നും വേണ്ട. പിന്നെ ഫിഷ് ഫ്രൈ, പിന്നെ ചോറ്, രസം. അയ്യോ, കുറേ നാളായി ചട്ടിച്ചോറ് കഴിച്ചിട്ട്. അപ്പം ഞാൻ എപ്പോഴും പറയും മമ്മി ഒന്ന് തന്നെ ഉണ്ടാക്കി തരൂ. അപ്പം നമുക്ക് ഞാൻ എത്തുമ്പോഴത്തേക്കും ലേറ്റ് ആവും, അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയാവും. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് എന്തെങ്കിലും കറികൾ മതി, പക്ഷെ എനിക്ക് ചട്ടിച്ചോറ് തന്നെ വേണമെന്ന്. ഫസ്റ്റ് കുറച്ച് തീയലും കുറച്ച് ബീട്രൂട്ട് തോരനും, ഇനി പപ്പടം ഞാൻ ഇവിടെ ചെന്നാലും കുറേ എടുക്കും, നന്നേ ഉള്ളൂ, ഞാൻ എടുത്തില്ല. അതും ഒരു പൊരിച്ച മീനും കൂടെ. വെള്ളം നല്ല ടേസ്റ്റിന് പറയേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയണം. എനിക്കിഷ്ടമാണ്. വീട്ടിലുണ്ടാക്കണേ കൂടെ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. മാങ്ങ ഉപ്പിലിട്ടത്, കുറച്ച് തൈരും കൂടെ കുത്തി കഴിക്കാം. തൈരും ബീട്രൂട്ട് കിച്ചടിയും, പിന്നെ പയറ് മെഴുക്ക് വരട്ടിയതും, ചട്ടിച്ചോറ് ഫാൻസ് ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കിഷ്ടമാണ്. എന്തോ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഫിഷ് ഫ്രൈക്ക്. പപ്പട ഫാനൊന്നുമില്ല, എന്തോ പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. ഞാനധികം പപ്പടം ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്നൊന്നും അങ്ങനെ കേട്ടില്ല. എനിക്ക്, ചേച്ചിക്ക്, അച്ഛന്, നമുക്കെല്ലാവർക്കും പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. ഫുള്ള് ഞാൻ കഴിക്കുന്നു കേട്ടോ. എനിക്കിഷ്ടമുള്ള ഫുഡ് ഇങ്ങനെ എല്ലാവരും ഷെയർ ചെയ്യും, എന്നാലും ഇങ്ങനെ ഇഷ്ടം ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് എല്ലാവർക്കും ഷെയർ ചെയ്യൂല. ചിരിക്കില്ല. ചട്ടിച്ചോറ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതേപോലെ എനിക്കിഷ്ടമുള്ളത് ചോറ്, സാമ്പാർ, ബീട്രൂട്ട് തോരൻ, പിന്നെ അതേപോലെ ഒരു പൊരിച്ച മീനും മാങ്ങാച്ചാറ്. ഇതുണ്ടെങ്കിലും ഞാൻ ഫുള്ള് കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് മുട്ടയും എടുത്തിട്ട് കഴിക്കും. മുട്ട ഇതിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കായിരുന്നു. വാഴയുടെ കൂടെ കഴിക്കുമ്പോഴേ
അടിപൊളി, നല്ല ടേസ്റ്റാണ്. നാരങ്ങ അച്ചാർ എടുത്തില്ല, മമ്മി ഇപ്പോഴാണ് പറഞ്ഞത് നാരങ്ങ അച്ചാർ. ഒരാൾ നാരങ്ങ അച്ചാർ എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ, നാരങ്ങ അച്ചാർ എടുക്കാൻ പറഞ്ഞു. ഈ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ ചെയ്ത് ഫസ്റ്റ് ഉപ്പിലിട്ട സെക്ഷനിലോട്ട് പോകും കേട്ടോ. എത്ര കഴിച്ചാലും ഞങ്ങൾക്ക് മതി വരില്ല, അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ. പ്രത്യേകിച്ച് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അച്ചാറെത്തിയിട്ടുണ്ട്. ഉപ്പിലിട്ട് മാങ്ങ തീരാനായി. ഇനി നെല്ലിക്ക ഇച്ചിരി ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ ഫിനിഷായിരുന്നു. ക്യാരറ്റ് ഏകദേശം തീരുമാനമായി. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ മുട്ട ഇങ്ങനെ പ്ലെയിനായിട്ട് പൊരിക്കുന്ന ഇഷ്ടം. ഈ ഓവർ ഡെക്കറേഷൻ പരിപാടികളൊന്നും ഇഷ്ടമല്ല. ഉള്ളി, മുളക് അതൊന്നും എനിക്കിഷ്ടമല്ല. എനിക്കിങ്ങനെ പ്ലെയിനായിട്ട് മുട്ട അതാ ഇഷ്ടം. നാരങ്ങ അച്ചാറും ചോറും കൂടെ കഴിക്കാം. നമ്മൾ തീയലൊക്കെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. തീയൽ മാത്രമല്ല എല്ലാം ടേസ്റ്റാണ്. ഞാൻ തീയലെടുത്ത് വരണമെന്നേ ഉള്ളൂ കേട്ടോ. കഴിച്ചിട്ട് നെല്ലിക്ക മാത്രം. അപ്പം ഇതിനിടയിൽ ഇത് കഴിച്ചിട്ട് ഞാൻ പൊതുവെ കാന്താരി കഴിക്കും. കാന്താരി ഇല്ല, കാന്താരി തീർന്നു അതിനിടയിൽ. നെല്ലിക്ക മാത്രമേ ഉള്ളൂ. നല്ല ഉപ്പൊക്കെ വെച്ചിട്ടുണ്ടോ? അതെന്തായിരുന്നു? ലാസ്റ്റ് ഒരു പഴം കഴിക്കാൻ വിചാരിച്ചു. ഫുഡ് ഹെവി ആയതുകൊണ്ട് പഴം കൂടെ ഉണ്ട്, അതും കൂടെ കഴിക്കാം. അതും കൂടെ കഴിച്ചിട്ട് നിർത്താണ്. എനിക്ക് ഉച്ചയ്ക്കൊന്നും വേണ്ട. ഇങ്ങനെ ഞാൻ പറയും, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് പിന്നെ വിശക്കും. അപ്പം ഞാൻ എന്തെങ്കിലും സ്നാക്സ് ഇങ്ങനെ കഴിക്കും. പഴം കൂടെ വെള്ളം കുടിക്കണം. എനിക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. മടിയെന്ന് വെച്ചാൽ ജ്യൂസ് അങ്ങനെയൊക്കെ കുടിക്കും, വെള്ളം കുടിക്കാൻ കുറച്ച് മടി കൂടുതലാണ്. അത് വന്നപ്പോഴാണ് ഓർക്കാൻ ഞാനും മമ്മി വീട്ടിൽ അടി വെക്കുന്ന ഒരേ ഒരു കാര്യത്തിന് മാത്രമാണ് വെള്ളം കുടിക്കാത്തത്. വേറൊരു കാര്യത്തിന് അങ്ങനെ കഴിക്കാറില്ല. എക്സാം അങ്ങനെ ഇങ്ങനെ അതിനൊന്നും ഒരടിയില്ല. വെള്ളം കുടിക്കാത്തതിനാണ് ഈ അടി.